ഹായ് ഫ്രണ്ട്സ്, റെസിപ്പി മലബാറിക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂണ് ഉപ്പ് ചേർക്കണം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് കയ്യിലില്ലെങ്കിൽ ബട്ടർ ആയാലും മതി. ബട്ടർ ചേർക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈ മാവുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അരിപ്പൊടിയായിട്ട് നെയ്യൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം, എന്നാലേ ഈ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ അരിപ്പൊടി നെയ്യെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാൻ സമയമെടുക്കും. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതൊരു ഇളം ചൂടുള്ള പാലാങ്കിൽ നല്ലതായിരിക്കും. അപ്പം തന്നെ വേഗം തന്നെ കുഴഞ്ഞു കിട്ടും. അപ്പോൾ മാവൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ഈ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പും 2 ടേബിൾ സ്പൂണ് പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ പൊടീൻ്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ട് പാലിന് ആ ഒരു വേരിയേഷൻ വരും. അപ്പോൾ അതനുസരിച്ചിട്ട് എടുത്തോണം പാല്. അപ്പം നമ്മൾ ഈ ഒരു മാവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് സോഫ്റ്റായിട്ട്. അപ്പം നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിരിക്കും മാവ്. ഇനി നമുക്ക് ഇതൊരു ഷേപ്പാക്കി മാറ്റണം. ഞാൻ ഈ മാവ് കുറച്ച് നീളത്തിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്, ബോൾസായിട്ടല്ല. അപ്പോൾ നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുക ഇതുപോലെ തന്നെയുള്ള ഷേപ്പിലെടുത്താലാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം എല്ലാ മാവും ഞാനിതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഷേപ്പ് ചെയ്തെടുത്ത മാവെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത് 2-3 മിനിറ്റ് ഏകദേശം എടുക്കും ഒന്ന് ഫ്രൈ ആയി വരാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ഈ ഒരു മാവെല്ലാം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടുക വേണം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ബാച്ചായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൽ ഇത്രയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഫ്രൈ ആയി കിട്ടാൻ വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ സ്നാക്ക് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോരാ, നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നവരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇതിന് ഞാനൊരു കോട്ടിംഗ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു സിറപ്പ് കോട്ടിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 അച്ച് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് സൈഡിൽ നിന്നൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മളെ സ്നാക്ക് കുറച്ചുകൂടെ ഒന്ന് ഗോൾഡൻ കളറായി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു സ്നാക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൻ്റെ അകത്തുനിന്ന് കോരി മാറ്റാം. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ എടുക്കണം. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ആ സമയത്ത് വെക്കാൻ പാടില്ല. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് 2 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ സിറപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മളെ ശർക്കരേൻ്റെ ആ ഒരു സിറപ്പ്. അപ്പോൾ ശർക്കര ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. അതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കണം. ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകുന്ന വരെ ഒന്ന് കുറുക്കിയെടുക്കണം. അതിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് മതി, അതെടുത്തിട്ട് ഇത്രയും വെള്ളം എടുത്തിട്ട് അതൊന്ന് ഒരു 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ടെക്സ്ചർ ഏകദേശം ഇതുപോലെ ആവണം നമ്മളിപ്പം വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ. അപ്പം ഈ ഒരു സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ശർക്കര ശർക്കര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല പോലെ തന്നെ എല്ലാ ഭാഗത്തും കോട്ടായി കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം.
ഈ ഒരു സമയത്ത് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ സ്നാക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ഈ ഒരു സിറപ്പ് കോട്ട് ചെയ്യുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം ഒരു വലിയ പാത്രത്തിലേക്ക് വേണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല ക്രഞ്ചി ആയിട്ടുള്ള നമ്മളെ സ്നാക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.